എടാ ചിറ്റേ എന്താടാ എന്താ കാര്യം? ആരോട് ചോദിച്ചാൽ നിങ്ങൾ വീടിനുള്ളിൽ കയറിയത്? എന്താ ചിരിക്കണ? ഇവിടെ കയറുന്ന ആരെ സമ്മതം നിന്റെ? ഇവിടെ വെങ്കിടിയില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് അറിയിക്കോ, അതാ നല്ലത്. ഞാൻ വളരെ മോശമാണ്. അത് ഞങ്ങൾക്കറിയാം. എന്നാലും നിന്നെ ഈ വേഷത്തിൽ കണ്ടിട്ട് എങ്ങനെ പോവും എന്റെ തമ്പുരു? പിന്നെ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ചെവിയിൽ 2 ചെമ്പരത്തിപ്പ് കൂടെ വച്ചെങ്കിൽ നന്നായിരുന്നു. പപ്പാ കളിക്കല്ലേ, കളിക്കല്ലേ, എന്നോട് കളിക്കാൻ നിൽക്കല്ലേ. എന്റെ അടുത്ത് വരരുത്, എന്റെ ദേഹത്ത് തുടരുത്. എന്താ സൗന്ദര്യം! ഇപ്പൊ നിന്നെ കണ്ട ഏതൊരാണെന്ന് മോഹം തോന്നും. നിന്നെ ശരിക്കും കാണട്ടെ. ഗുസ്തി പിടിക്കാൻ നിൽക്കല്ലേ ഈ തോക്കുകളോ? എന്റെ അളിയാ നോക്കളിയാ അന്നങ്ങൾ നിലടിയാണ്. തമ്പുരോ ഈ എന്തിനാ കരയണേ? കരയണ്ട, ഞങ്ങളൊരു തമാശക്ക് ചെയ്തല്ലേ. നമ്മളെല്ലാം കൂടി ഇവനെന്തോ ചെയ്തു. എടാ ഒരു തമാശ കുഴപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. നീ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുത്താലോ? ഇവനിതെന്ത് കാര്യം ഇരിക്കണ്? വലിയ കാര്യമുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഇനി അവനവിടെ നിർത്താതിരിക്കുന്നത് നല്ലത്. വെങ്കിലേ ഈ ഒരു വാക്ക് പറഞ്ഞാൽ മതി. പിടിച്ചു പുറത്താക്കണമെങ്കിൽ ആക്ക. എന്താക്കണ? കാരണം ഇതിന്റെ പേരിൽ ഈ ഇവിടുന്ന് പോവാൻ പാടില്ല. ഇനി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ശരിയാവൂല. അവൻ നമ്മൾ വിചാരിക്കണ പോലെ അല്ല വെങ്കിടി. പെശകാന്നേ, ഹൈ പെങ്കൂച്ചാന്നേ. അതുകൊണ്ട് അവനെ പിടിച്ച് പുറത്താക്കിയേ. ഒന്ന് പോടാ. എന്താ പുറത്താക്കിയ? എന്താ നിന്റെ തീരുമാനം? ഒരാളുടെ മനസ്സ് പോലെയാണ് അയാളുടെ ജീവിതം. മനസ്സ് തകർന്ന് ജീവിതവും തീർന്ന്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റുള്ളവർ പെരുമാറണമെന്ന് വാശി പിടിക്കുന്നതിൽ എന്താ കാര്യം? പെട്ടെന്നൊരു തീരുമാനം വേണ്ട. വേറെന്തെങ്കിലും വഴിയുണ്ടോന്ന് ആലോചിക്കാം. പപ്പേട്ടാ വെങ്കിടി പറഞ്ഞ ആളൊന്നു പോവല്ലേ? വിട്ടോ, ഞാൻ അവിടെ എത്താം. ഞാൻ വിളിക്കാം. ആരവരൊക്കെ? ഫ്രണ്ട്സാ. പപ്പൻ, കുയില്, ചിറ്റാമൃത്, മായൻ, SRK. ഹലോ. നല്ല സ്വഭാവമുള്ള ആളുകളാ. ഇന്നത്തെ കാലത്ത് ഇത്രയും നല്ല സ്വഭാവമുള്ള ആളുകളെ കണ്ടിട്ടാ പാടാ. ഇവനിത് ആരെ കുറിച്ചാ പറയണേ? നമ്മളെ കുറിച്ചാണ്. സത്യമായിട്ടും ഐശ്വര്യമായിട്ട് വലത് കാലം വെച്ച് കയറിക്കോളൂ. അല്ല, ഞാൻ ഇടത് കാലം വെച്ച് കയറിയാൽ എന്താ കുഴപ്പം? ഞാൻ നിന്റെ കെട്ടിയോളൊന്നും അല്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഏതെങ്കിലും കാലം വെച്ച് കയറിക്കോ. ഇടത് മതി, ഇടത് മതി. നിന്റെ കരിങ്കാലാണ്, അവിടെ നിന്നാ മതി. വരൂ കുട്ടി, നമുക്ക് അകത്തേക്ക് പോവാം. എല്ലാരും കൂടെ ഇരിക്കട്ടാ, ഞാൻ നോക്കിട്ട് വരാം. അവിടെ ഇരിക്കി. മര്യാദക്ക് പണിക്ക് പോയാൽ മതിയായിരുന്നു. ഇത് ഫുള്ളി ഫർണിഷ്ഡാ. കൊള്ളാലോ. മാലയ്ക്ക് വേണമെങ്കിൽ ഈ മുറിയിൽ കിടക്കാം, മാലയ്ക്ക് വേണമെങ്കിൽ ആ മൂലക്ക് കിടക്കാം, അവിടെ കിടക്കാം, എന്റെ കൂടെ കിടക്കാം, അല്ല എന്റെ മുറിയിൽ കിടക്കാം, എവിടെ വേണമെങ്കിലും കിടക്കാം.